നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. അൽ നസറിൻ്റെ ഒരു സൂപ്പർ താരം ക്ലബിൽ നിന്ന് യൂറോപ്പിലേക്ക് പോകുന്നു എന്ന വാർത്തയാണിപ്പോൾ സൗദി അറേബ്യൻ മാധ്യമങ്ങളൊക്കെ നൽകുന്നത്. സാദിയോ മാനെ ഇന്റർ മിലാനിലേക്ക് ചേക്കേറും എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ ചില പ്രമുഖ മാധ്യമങ്ങൾ വരെ വാർത്ത പടച്ചുവിട്ടിരുന്നു. പക്ഷേ അത്തരത്തിലൊരു വാർത്ത നമ്മൾ എവിടെയും വിശ്വസിക്കാവുന്ന സോഴ്സിൽ കണ്ടിരുന്നില്ല. പക്ഷേ ഇപ്പോൾ മറ്റൊരു മുന്നേറ്റ നിര താരം ആൻഡേഴ്സൺ ടാലിസ്ക യൂറോപ്പിലേക്ക് പോകുന്നു, അദ്ദേഹത്തെ ടർക്കിഷ് ലീഗിലേക്ക് വിടുന്നു എന്ന തരത്തിലുള്ള വാർത്തയാണ് സൗദി അറേബ്യൻ സോഴ്സുകൾ നൽകുന്നത്. അൽ നസർ അഗ്രീസ് വിത്ത് ടർക്കിഷ് ക്ലബ്ബ് റിഗാർഡിംഗ് ദി ട്രാൻസ്ഫർ ഓഫ് ടാലിസ്ക ആൻഡ് ഈസ് ക്ലോസ് ടു ക്ലോസിംഗ് ഡൗൺ ദി ഡീൽ എന്നാണ് അവിടുത്തെ പ്രമുഖമായിട്ടുള്ള ഒരു ഫുട്ബോൾ ജേർണലിസ്റ്റിൻ്റെ റിപ്പോർട്ട്. അതായത് തുർക്കിയിലേക്ക് പോവുകയും തുർക്കിയിലെ ഒരു ക്ലബ്ബുമായിട്ട് ഇപ്പോൾ അവരുടെ CEO അൽ നസറിൻ്റെ CEO ഗുയിഡോ ഫിയങ്ക നെഗോസിയേഷൻസ് നടത്തിയിട്ടുണ്ട്. താരത്തെ ടർക്കിഷ് ക്ലബ്ബിലേക്ക് വിടുകയാണ് എന്നാണ് ആ റിപ്പോർട്ടുകളിലൊക്കെ പറയുന്നത്. സോ ടാലിസ്കയുടെ റീപ്ലേസ്മെൻ്റ് ഉണ്ടാകും ഈ വരുന്ന ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ. അതൊരു സ്ട്രൈക്കർ ആയിരിക്കും എന്നും റിപ്പോർട്ടുകളിലുണ്ട്. ലോണിലാണ് ടാലിസ്ക ഫെനർബാഷയിലേക്ക് പോകുന്നത് എന്നാണ് റിപ്പോർട്ട്. അദ്ദേഹത്തിൻ്റെ സാലറിയുടെ ഒരു ഭാഗം അൽ നസർ വഹിക്കും എന്നുകൂടി പുതിയ റിപ്പോർട്ടുകളിൽ പറഞ്ഞു. അതേസമയം ഇതിൽ മറ്റൊരു ട്വിസ്റ്റ് ഉള്ളത് ടാലിസ്ക തൻ്റെ എക്സ് അക്കൗണ്ടിൽ പങ്കുവച്ചൊരു പോസ്റ്റാണ്. എല്ലാവരും എന്നോട് താങ്ക് യു പറയുന്നുണ്ട്, പക്ഷേ ഞാൻ എങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് എനിക്കറിയില്ല എന്നാണ്. അതായത് അദ്ദേഹം അറിയാതെയാണ് ഈ നീക്കം എന്നവിടെ ഒരു ധ്വനിയുണ്ട്. അപ്പോഴാണ് വീണ്ടും ഒരു സൗദി അറേബ്യൻ സ്പോർട്സ് ജേർണലിസ്റ്റ് ഇതുമായി ബന്ധപ്പെട്ട് തന്നിട്ടുള്ള റിപ്പോർട്ടുള്ളത്. അൽ നസർ ഈസ് നെഗോസിയേറ്റിംഗ് ടാലിസ്കാസ് എക്സിറ്റ് വിതൗട്ട് ഹിസ് നോളജ്. ടാലിസ്ക അറിയാതെ തന്നെ ഈ ഒരു എക്സിറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള നെഗോസിയേഷൻസ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന്. ഏതായാലും എല്ലാ സോഴ്സുകളും നൽകുന്ന സൂചന ടാലിസ്കയെ അൽ നസർ ഒഴിവാക്കുന്നു എന്നുള്ളതാണ്. അദ്ദേഹം വീണ്ടും യൂറോപ്പിലേക്ക് എത്തിയേക്കും എന്നുള്ളതാണ് ഈ റിപ്പോർട്ടുകളൊക്കെ കാണിക്കുന്നത്. നമുക്കറിയാം, നേരത്തെ അദ്ദേഹം തുർക്കിയിൽ കളിച്ചിട്ടുണ്ട്. ബെസിക്ടാസിൽ അദ്ദേഹം ലോണിൽ കളിച്ചിട്ടുണ്ട്. അത് 2016-18 കാലഘട്ടത്തിലായിരുന്നു. ഏതായാലും അദ്ദേഹം അതിനു മുമ്പ് പോർച്ചുഗലിൽ, അതായത് യൂറോപ്പിൽ തന്നെ പോർച്ചുഗലിൽ അദ്ദേഹം കളിച്ചിട്ടുണ്ട്. 2021 അൽ നസറിലേക്ക് എത്തിയത്. ഇനിയിപ്പോൾ ലോണിൽ ഫെനർബാഷയിലേക്ക് പോയേക്കും എന്നാണ് റിപ്പോർട്ടുകൾ. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.